നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണിത്. ചിലപ്പോൾ സ്ഥാനനഷ്ടം വരെ സംഭവിച്ചേക്കാം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടാൻ ഇടയുള്ളതിനാൽ ജാഗ്രത വേണം. സാമ്പത്തിക തർക്കങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിന് സമാധാനവും സന്തോഷവും നിറയുന്ന അനുകൂലമായ ദിവസമാണിത്. രോഗശാന്തിയും മികച്ച ഭക്ഷണ സുഖവും അനുഭവപ്പെടും. ഈശ്വരവിശ്വാസത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മിഥുനം രാശി, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തണം. സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങളിൽ പണം മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ കരുതൽ വേണം. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. മാതാവിൽ നിന്നോ മാതൃ സഹോദരങ്ങളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉയർന്ന പദവിയിലുള്ള ജോലി ലഭിക്കാനും കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ താമസിക്കാനും ഈ ദിവസം വഴിതെളിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. വളരെയധികം ജാഗ്രത ആവശ്യമായ ദിവസമാണിത്. ശരീരത്തിന് അല്പം തളർച്ച അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ ആവശ്യമായ വിശ്രമം എടുക്കുക. വിലപ്പെട്ട രേഖകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണം. മോഷണം പോകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ കരുതൽ വേണം. കന്യരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. സന്തോഷത്തോടെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ സാധിക്കുന്ന മികച്ച ദിവസമാണിത്. അപ്രതീക്ഷിതമായി ഭാഗ്യം കടാക്ഷിക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനും അണിയാനും അവസരങ്ങൾ ലഭിക്കും. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തോടൊപ്പം മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകും. ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ഏത് കാര്യത്തിലും വിജയം നേടാൻ കഴിയും. കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷം മനസ്സിന് വലിയ സന്തോഷം നൽകും. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചേക്കാം. ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. മക്കളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഇന്ന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചേക്കാം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ദുഷിച്ച കൂട്ടുകെട്ടുകൾ വഴി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ചെലവുകൾ വർദ്ധിക്കാനും അനാവശ്യ ആഡംബരങ്ങൾക്ക് പ്രേരിതരാകാനും ഇടയുണ്ട്. തൊഴിൽ ക്ലേശവും യാത്രാ ദുരിതവും അലട്ടാൻ സാധ്യത കാണുന്നു. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങൾ ലഭിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വളരെ കാലമായി അലട്ടിയിരുന്ന രോഗാവസ്ഥകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ദിവസമാണിത്. മനസ്സമാധാനവും നല്ല ഉറക്കവും ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങളും നല്ല സുഹൃത്ത് ബന്ധങ്ങളും സന്തോഷം നൽകും. അലങ്കാര വസ്തുക്കൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. തെറ്റായ സൗഹൃദങ്ങൾ വഴിതെറ്റിയ പ്രവൃത്തികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. രോഗാവസ്ഥകളും സാമ്പത്തിക ക്ലേശങ്ങളും തൊഴിലിൽ ചെറിയ തിരിച്ചടികളും നേരിട്ടേക്കാം. എല്ലാ കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.